Hi, welcome to Lash Class. BA സോഷ്യോളജി ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ റിസർച്ചിലെ രണ്ടാമത്തെ മൊഡ്യൂളിലെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. റിസർച്ച് പ്രോബ്ലം എന്ന കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് ഈ ഭാഗത്ത് പറയുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സായിട്ടൂടെ ഉപയോഗിക്കാൻ കഴിയാവുന്ന അതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ചോദ്യമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റെപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഈ റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ട് ഏത് ചോദ്യമാണ് നമ്മൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് റിസർച്ച് പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവേഷണത്തിലൂടെ ഉത്തരം ലഭിക്കേണ്ട ചോദ്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം സംബന്ധിച്ചോ സിദ്ധാന്തങ്ങൾ സംബന്ധിച്ചോ ആകാം. അപ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത് വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലഹരി ഉപയോഗവും ദാരിദ്ര്യവും തമ്മിലുള്ള ബന്ധം എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഗവേഷണം നടത്താൻ വേണ്ടി കഴിയും. ആ രീതിയിൽ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ സംബന്ധിച്ചോ ആകാം. നമ്മൾ ഹൈപ്പോതെസിസുമായി ബന്ധപ്പെട്ട് പറയുകയുണ്ടായി. ഒരു സിദ്ധാന്തം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടും റിസർച്ച് നടത്താം. ആ രീതിയിൽ ഗവേഷണത്തിലൂടെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ചോദ്യമാണ് നമ്മൾ റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ ചോദ്യത്തിൻ്റെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിവരശേഖരണത്തിലൂടെ ഉത്തരം ലഭിക്കുന്ന ചോദ്യമായിരിക്കണം. സാധാരണ ചോദ്യവും ഒരു റിസർച്ച് ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, സാധാരണ ചോദ്യം ഒരുപക്ഷെ നമ്മൾ ആലോചിച്ച് ഉത്തരം കണ്ടെത്തുന്നോ അല്ലെങ്കിൽ ചിന്തിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും. പക്ഷെ ഒരു ഗവേഷണത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ചോദ്യം നമ്മൾ സർവേ, ഇൻ്റർവ്യൂ, ക്വസ്റ്റ്യനെയർ തുടങ്ങിയിട്ടുള്ള പല മാർഗങ്ങളിലൂടെ നമ്മൾ വിവരശേഖരണം നടത്തും. അങ്ങനെ വിവരശേഖരണം കൊണ്ട് നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന ഒരു ചോദ്യമായിരിക്കണം എന്നുള്ള കാര്യമാണ് റിസർച്ച് പ്രോബ്ലം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം. ഗവേഷണത്തിൻ്റെ ഘട്ടങ്ങൾ ഈ ചോദ്യത്തെ ആശ്രയിച്ചാണ് രൂപപ്പെടുത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ ചോദ്യത്തിനനുസരിച്ചാണ് നമ്മൾ ഏത് രീതിയിൽ ഈ ഗവേഷണത്തിന്റെ ഘട്ടങ്ങൾ, അതായത് റിസർച്ച് ഡിസൈൻ, സ്റ്റഡി ഡിസൈൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഏത് രീതിയിൽ നമ്മൾ വിവരങ്ങൾ ശേഖരിക്കണം, നമ്മുടെ സാമ്പിളിംഗ് സൈസ് എന്തായിരിക്കണം, ലഭിക്കുന്ന വിവരങ്ങൾ നമ്മൾ ഏത് രീതിയിൽ വിശകലനം നടത്തണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ചോദ്യത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നത്. അതുകൊണ്ട് ആ ഗവേഷണത്തിന്റെ മുഴുവൻ പ്രോസസ്സും ഈ ചോദ്യത്തെ ആശ്രയിച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് കൃത്യമായ രീതിയിൽ ചോദ്യം തയ്യാറാക്കേണ്ടത് പ്രധാനമാണ്. അടുത്തത് സോഴ്സസ് ഓഫ് റിസർച്ച് പ്രോബ്ലംസ്. റിസർച്ച് പ്രോബ്ലംസ് നമുക്ക് എവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുന്നതാണ് അടുത്തായിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുക, എന്തിനാണ് ഇപ്പോൾ ഒരു ചോദ്യം കണ്ടെത്തിയിട്ട് ഗവേഷണം ചെയ്യുന്നത്, നമുക്ക് അങ്ങനെ ചോദ്യം ഉണ്ടെങ്കിൽ ഗവേഷണം ചെയ്താൽ പോരെ എന്ന് സ്വാഭാവികമായിട്ട് വരുന്ന സംശയമാണ്. പക്ഷെ നമ്മൾ ഉന്നത പഠനത്തിനൊക്കെ പോകുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇത്തരം റിസർച്ച് പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് താല്പര്യമുള്ള വിഷയത്തെ കുറിച്ചിട്ട് ഒരു റിസർച്ച് പ്രോബ്ലം കണ്ടെത്തേണ്ടത് അനിവാര്യമായിട്ട് വരും. റിസർച്ച് പ്രോബ്ലം നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന സോഴ്സസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടൊന്ന് റീഡിംഗ് ആണ്. നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഗവേഷണ പ്രബന്ധങ്ങളോ ഒക്കെ വായിക്കുമ്പോൾ അതിൽ ഉത്തരം ലഭിക്കാത്ത അല്ലെങ്കിൽ ചോദിക്കേണ്ടതായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ആ രീതിയിൽ നമുക്ക് റിസർച്ച് പ്രോബ്ലം കണ്ടെത്താം. അടുത്തത് അക്കാഡമിക് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് അധ്യാപനത്തിന്റെയും പഠനത്തിന്റെയും ഭാഗമായിട്ട് ഉയർന്നു വരുന്ന ചോദ്യങ്ങളോ അല്ലെങ്കിൽ പഠനത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന സെമിനാറുകളിൽ നിന്ന് ഉയർന്നു വരുന്ന ചോദ്യങ്ങളോ അതല്ലെങ്കിൽ പ്രൊഫസർമാരോ സഹപാഠികളോ ആയിട്ടുള്ള ചർച്ചകളിൽ നിന്ന്. നമ്മൾ കോളേജിൽ പോയിട്ട് സിനിമാ കഥ പറഞ്ഞിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വിഷയം കിട്ടില്ല. നമ്മൾ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അധ്യാപകരുമായിട്ടും അതുപോലെ തന്നെ സഹപാഠികളുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോഴോ അതുപോലെ തന്നെ സെമിനാറുകളിൽ നിന്നോ അല്ലെങ്കിൽ ഈ ക്ലാസ് മുറിയിൽ തന്നെ പഠനത്തിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്നതാണ്. പിന്നെ വരുന്നത് ഡെയിലി എക്സ്പീരിയൻസ് ആണ്. നിത്യജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ ലഭിക്കും. ചിലപ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപക്ഷെ ചോദ്യങ്ങൾ കടന്നു വരാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ ഒരു സംഭവത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആപ്പിൾ വീഴുമ്പോഴാണ് അദ്ദേഹം ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ആപ്പിൾ താഴത്തേക്ക് വന്നത്, എന്തുകൊണ്ട് അത് മുകളിലേക്ക് പോയില്ല എന്നുള്ളത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ നിത്യജീവിതത്തിലെ ഒരു അനുഭവത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചൊരു റിസർച്ച് പ്രോബ്ലം ആണ്. അതിൽ നിന്നാണ് അദ്ദേഹം ഗ്രാവിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. ആ രീതിയിൽ നിത്യജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് റിസർച്ച് പ്രോബ്ലംസ് ലഭിക്കാം. പിന്നെ വരുന്നത് ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ച് കണ്ടുപിടിക്കുന്ന അർത്ഥമാണ്. കൂട്ടായി ഇരുന്നുകൊണ്ടും
അതുപോലെ നമ്മളിങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്ത് ചിന്തിച്ചുകൊണ്ടും നമുക്ക് ഒരു റിസർച്ച് പ്രോബ്ലം കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഇത് കൂടാതെ പിന്നെ നമുക്കൊരു ഇൻറ്റ്യൂഷൻ ആണ്. അതായത് ചിലപ്പോൾ നമുക്ക് ബൾബ് എത്താന്നൊക്കെ പറയുന്ന പോലെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്തയൊക്കെ കടന്നു വരും. ആ രീതിയിലൊക്കെ നമുക്ക് ഈ റിസർച്ച് പ്രോബ്ലംസ് കണ്ടെത്താൻ കഴിയുന്നതാണ്. ഇനി ഒരു റിസർച്ച് പ്രോബ്ലം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. ഒന്ന്, ഇൻട്രസ്റ്റ് ആണ്. നമുക്കറിയാം, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഗവേഷണം നടത്താൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് കാലം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഗവേഷണത്തിന്റെ കാര്യത്തിൽ അത് ഒരുപാട് പ്രയത്നം വേണ്ടി വരുന്നതാണ്. കാരണം ശേഖരിച്ച വിവരം നമ്മൾ വിശദീകരിക്കുന്നതിന്, അനലൈസ് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ നമുക്ക് ചെലവ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് താല്പര്യമുള്ള ഒരു വിഷയമായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഘടകം. പിന്നെ വരുന്നത് മാഗ്നിറ്റ്യൂഡാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് എത്രമാത്രം സമയമുണ്ട്. ഇപ്പോൾ നമ്മുടെ കോഴ്സ് കഴിയാൻ 6 മാസമാണുള്ളത്. നമുക്ക് 2 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു റിസർച്ച് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സമയത്തിന് അത് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കില്ല. ആ രീതിയിൽ നമുക്ക് എത്ര സമയം കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതും, ഇതിനാവശ്യമായിട്ടുള്ള വിഭവങ്ങൾ, അതായത് നമുക്ക് ചെലവ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, അതുപോലെ നമുക്ക് വിവരശേഖരണത്തിന് നമുക്ക് വിഭവങ്ങൾ ലഭ്യമാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചതിന് ശേഷം വേണം ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നതിന്. അടുത്തത് ലെവൽ ഓഫ് എക്സ്പെർട്ടൈസ് ആണ്. സ്വന്തം കഴിവുകളുമായി ചേർന്ന് പോകുന്ന ഗവേഷണ രീതിക്ക് അനുയോജ്യമായ വിഷയമാകണം. ഇപ്പോൾ ഗവേഷണ രീതി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും വിവരശേഖരണവുമായി ബന്ധപ്പെട്ടതാണ്. ചിലപ്പോൾ സർവേകളായിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇന്റർവ്യൂ ആയിരിക്കാം. അപ്പോൾ ചില ആളുകൾക്ക് ഇന്റർവ്യൂ ചെയ്യാൻ അവർക്ക് കഴിവുണ്ടായിരിക്കും, അല്ലെങ്കിൽ സർവേ നടത്താൻ കഴിവുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ആ രീതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ അതില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ കഴിവ് ഏത് രീതിയിലുള്ളതാണോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ റിസർച്ച് ഡിസൈൻ, സ്റ്റഡി ഡിസൈൻ രൂപീകരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ വേണം തിരഞ്ഞെടുക്കുന്നതിന്. അടുത്തത് റെലവൻസ്. ആനുകാലിക പ്രസക്തിയുള്ളതും കരിയറിന് സഹായകവുമായ വിഷയമാകണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ റിസർച്ച് പ്രോബ്ലം അവതരിപ്പിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ ചോദ്യം പ്രസക്തമായിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു വെക്കേണ്ടി വരും. ആ രീതിയിൽ ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമായിരിക്കണം. കൂടാതെ നമ്മൾ തുടർ പഠനത്തിന് തിരഞ്ഞെടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗവേഷണമാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് കരിയറിനും അത് ഉപകാരപ്രദമാകും. അങ്ങനെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. മറ്റൊന്ന് അവൈലബിലിറ്റി ഓഫ് ഡാറ്റയാണ്. അതായത് നമുക്ക് വിവരങ്ങൾ ലഭ്യമായിരിക്കണം. വിവരശേഖരണം എന്ന് പറയുന്നത് ഗവേഷണത്തിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണെങ്കിലാണ് നമുക്ക് ആ വിഷയം ഗവേഷണത്തിന് തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ വരുന്നത് എത്തിക്കൽ ഇഷ്യൂസ് ആണ്. അതായത് ധാർമ്മിക പ്രശ്നങ്ങൾ. നമ്മൾ ഈ വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ആളുകളുടെ അടുത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ സർവേ, ഇന്റർവ്യൂ ഒക്കെ നടത്തേണ്ടി വരും. അതിനകത്ത് നമ്മൾ അവരുടെ സ്വകാര്യ വിവരങ്ങളോ അതല്ലെങ്കിൽ അവർക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോ ഒക്കെയാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ധാർമ്മികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഏതെങ്കിലും രീതിയിലുള്ള അതിക്രമങ്ങൾക്ക് വിധേയരായിട്ടുള്ള ആളുകളുടെ അതിജീവനത്തെ കുറിച്ചിട്ടൊക്കെ റിസർച്ച് ചെയ്യണം തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് അവരോട് അതിനെക്കുറിച്ച് ചോദിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും അസുഖം ഉള്ള ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അവരോട് അതിനെക്കുറിച്ച് ചോദിക്കുന്നത്, നിരന്തരം ചെന്ന് സംസാരിക്കുന്നത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. അങ്ങനെ ഈ റിസർച്ചിന് വേണ്ടി നമ്മൾ വിവരശേഖരണത്തിന് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ധാർമ്മികത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യം കൂടി നമ്മൾ ഈ ചോദ്യം തിരഞ്ഞെടുക്കുന്ന സമയത്ത് പരിഗണിക്കേണ്ടതുണ്ട്. ഇനി പറയുന്നത് ഫോർമുലേഷൻ ആണ്. ഫോർമുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ റിസർച്ച് പേപ്പറിനകത്ത് ഈ ചോദ്യം എഴുതി വെക്കണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ അവതരിപ്പിക്കുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും ചോദ്യം വിശദവും വ്യക്തമായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നതിനെയാണ് ഈ റിസർച്ച് പ്രോബ്ലത്തിന്റെ ഫോർമുലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ആ ചോദ്യത്തിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് വിവരിക്കണം. അത് പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതോ നിലവിലുള്ള സിദ്ധാന്തങ്ങൾ പരിശോധിക്കുന്നതോ ആകാം. ചോദ്യത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരുപക്ഷെ പുതിയൊരു വിഷയം, അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുന്നതായിരിക്കാം. അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് ഹൈപ്പോത്തസിസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തിയറി തെറ്റാണോ ശരിയാണോ എന്ന് പരിശോധിക്കുന്നതായിരിക്കാം. ആ രീതിയിൽ ചോദ്യത്തിന്റെ സ്വഭാവം എന്താണ് എന്നുള്ള കാര്യം അതിനകത്ത് നമ്മൾ വ്യക്തമാക്കിയിരിക്കണം. പിന്നെ ചോദ്യത്തിന്റെ പ്രാധാന്യവും അത് എങ്ങനെ ഉപകാരപ്രദമാകും എന്നുള്ള കാര്യം പ്രതിപാദിക്കണം. ഇതും ഗവേഷണത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്.
ആ ചോദ്യം നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഉപകാരപ്പെടും എന്നുള്ള കാര്യം, അതല്ലെങ്കിൽ ഈ തിയറി രൂപീകരിക്കുന്നതിന് അതെങ്ങനെ സഹായകമാകും എന്നുള്ള രീതിയിൽ, അതായത് ഈ ഗവേഷണം ചെയ്തതുകൊണ്ട് എന്താണ് ഉപകാരം എന്നുള്ളൊരു കാര്യം അവിടെ നമുക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടി സാധിക്കണം. അടുത്ത കാര്യം അനുബന്ധ ചോദ്യങ്ങളാണ്. ഇപ്പോൾ ഒരു ചോദ്യം നമ്മൾ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ ചോദ്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി നമ്മൾ ഈ റിസർച്ച് പ്രോബ്ലത്തിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കണം. ഇനി ഈ സെക്ഷനിൽ അവസാനമായിട്ട് പറയുന്നത് സ്റ്റെപ്സ് ഇൻ ഫോർമുലേഷൻ ആണ്. നമ്മൾ റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത്, രൂപീകരിക്കുന്ന സമയത്ത് ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് പറയുന്നത്. സ്റ്റെപ്പ് 1, താല്പര്യമുള്ള ഒരു മേഖല കണ്ടെത്തി അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഗവേഷണത്തിന് തിരഞ്ഞെടുക്കുന്ന വിഷയം നമുക്ക് താല്പര്യമുള്ള കാര്യമായിരിക്കണം. കാരണം ഒരുപാട് കാലത്തേക്ക് ഒരുപാട് പ്രയത്നം എടുത്തുകൊണ്ട് നടത്തുന്ന പ്രക്രിയ ആയതുകൊണ്ട് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ നമുക്ക് അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ അങ്ങനെ താല്പര്യമുള്ള ഒരു മേഖല കണ്ടെത്തുക, അതിനെക്കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സ്റ്റെപ്പ് 2, വിഷയത്തെ ഉപവിഷയങ്ങളായി തിരിക്കുക. അപ്പൊ നമ്മളൊരു വിഷയം കണ്ടെത്തി ആ വിഷയത്തെക്കുറിച്ച് ആകമാനം ഒരു റിസർച്ച് നടത്താൻ ഒരുപക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കണം എന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ സബായിട്ട് അല്ലെങ്കിൽ ഉപവിഷയങ്ങളായിട്ട് നമ്മൾ തരംതിരിക്കുക. സ്റ്റെപ്പ് 3, ഉപവിഷയങ്ങളിൽ ഒന്നിൽ കേന്ദ്രീകരിക്കുക. ഇനി നമ്മൾ ആ ഒരു വിഷയത്തെ നമ്മളിങ്ങനെ സബായി തിരിച്ചതിന് ശേഷം അതിലെ ഒരെണ്ണത്തിൽ കേന്ദ്രീകരിക്കുക. അതിലേതാണ് നമുക്ക് കൂടുതൽ താല്പര്യമുള്ളത്, നമുക്ക് കൂടുതൽ പ്രായോഗികമായിട്ട് ചെയ്യാൻ കഴിയുന്നത് എന്നൊക്കെ പരിഗണിച്ചുകൊണ്ട് അതൊരെണ്ണം തിരഞ്ഞെടുക്കുക. ഇനി സ്റ്റെപ്പ് 4, തെരഞ്ഞെടുത്ത വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ രൂപീകരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ റിസർച്ച് ഫോർമുലേഷൻ എന്നുള്ള ഈ റിസർച്ച് പ്രോബ്ലത്തിന്റെ ഫോർമുലേഷൻ ആണ്, അതായത് ആ ചോദ്യം അവതരിപ്പിക്കുക എന്നുള്ള കാര്യമാണ് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വരുന്നത്. സ്റ്റെപ്പ് 5, ചോദ്യങ്ങളിൽ നിന്ന് ഒബ്ജക്റ്റീവ്സ് രൂപീകരിക്കുക. ഒബ്ജക്റ്റീവ് നമുക്ക് പരിചയമുണ്ട്, പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എഴുതാറുള്ളതാണ്. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. സാധാരണഗതിക്ക് ഒബ്ജക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസർച്ച് പ്രോബ്ലത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്താണോ അതിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ് ആയിട്ട് വരിക. അപ്പോൾ അത് തയ്യാറാക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പിൽ വരുന്നത്. ഇനി അവസാനത്തെ സ്റ്റെപ്പിൽ നമുക്ക് വരുന്നത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്യുക. അതായത് ഈ വിഷയം നമുക്ക് താല്പര്യമുള്ളത് തന്നെയാണോ, ഇനി ഈ സബാക്കിയിട്ടുള്ള വിഷയങ്ങളിൽ നമുക്ക് അനുയോജ്യമായത് തന്നെയാണോ തിരഞ്ഞെടുത്തത് എന്നുള്ള രീതിയിൽ എല്ലാ സ്റ്റെപ്പുകളും ഒന്ന് നമ്മൾ വിശകലനം നടത്തി നോക്കുക. കൂടാതെ ഈ റിസർച്ച് ചെയ്യുന്നതിന് എത്ര സമയം വേണ്ടിവരും, എത്ര ചെലവ് വേണ്ടിവരും, അതിന്റെ വിവരങ്ങൾ ലഭ്യമാണോ തുടങ്ങിയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പരിഗണിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് എല്ലാം കൊണ്ടും അനുയോജ്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചോദ്യം തിരഞ്ഞെടുത്തുകൊണ്ട് ആ ഒരു ചോദ്യത്തിന് അനുസൃതമായിട്ടുള്ള റിസർച്ച് ഡിസൈൻ, സ്റ്റഡി ഡിസൈൻ തുടങ്ങിയവ രൂപീകരിക്കുന്ന അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാൻ വേണ്ടി സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് റിസർച്ച് പ്രോബ്ലം ഫോർമുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സെക്ഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.